ശാരിക നമ്മുടെ ആദിലയുടെയും നൂറയുടെയൊക്കെ കാര്യം ബിൻസിയോടും അതേപോലെ നെവിൻ്റെ അടുത്തും പറയാണ്. എൻ്റെ ക്യാരക്ടർ അസാസിനേഷനാണ് ആദിലയും നൂറയും കൂടെ നടത്തിയതെന്നാണ് ശാരിക പറയുന്നത്. അപ്പം നെവിൻ പറയാണ് ക്യാരക്ടർ അസാസിനേഷൻ അത് ഞാനിവിടെ വെച്ച് പൊറപ്പിക്കാൻ സമ്മതിക്കത്തില്ല, കാരണം അത് ഞാൻ അനുഭവിച്ചതാണ്, ഇവിടെ ഏറ്റവും കൂടുതൽ അത് അനുഭവിച്ച വ്യക്തി ഞാനാണിവിടെ എന്നുള്ള രീതിയിൽ നെവിൻ പറയുകയാണ്. ശാരിക പറയാണ് അനുമോൾക്ക് എന്നോട് എന്തോ ഉണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ അവരുടെ അടുത്തൊരു ഡൗട്ട് ചോദിച്ചു. അപ്പം അങ്ങനെയൊന്നും ഇല്ല ചേച്ചി എന്ന് പറഞ്ഞ ആദിലയും നൂറയും കൂടെ ലാസ്റ്റിൽ എനിക്ക് അനുമോളോട് പ്രേമമുണ്ടെന്നുള്ള രീതിയിൽ അവൾ വളച്ചൊടിച്ചു. അപ്പോൾ ബിൻസി അവിടെ ഇരുന്ന് പറയാണ്, ചേച്ചി അവൾമാർ അങ്ങനെയൊക്കെ പറയുന്നത് അവൾമാരുടെ ക്യാരക്ടർ അങ്ങനെ ആയിരിക്കും. ഈ ബിൻസി ഉണ്ടല്ലോ ഇവിടുത്തെ ഏറ്റവും വലിയ മുറ്റ് ബിൻസി കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ നടന്ന് നൈസായിട്ട് എല്ലാത്തിനും പണി കൊടുക്കുന്നുണ്ട്. ഈ ശാരികയെ കൊണ്ട് ഇപ്പോൾ അതിലോടും നൂറയോടും ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചോദിച്ച് പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ചാള് ബിൻസിയാണ്. അവിടെ മിണ്ടാതെ അവർ തമ്മിൽ എന്തോ ഒരു ചെറിയ കശപിശ ഉണ്ടായപ്പം ബിൻസി ചേച്ചി ചോദിക്കുന്നില്ല, മറ്റേ കാര്യം ചോദിച്ച് ക്ലിയർ ചെയ്യുന്നില്ല എന്നൊക്കെ ചോദിച്ചിട്ടാണ് ബിൻസി ഈ പ്രശ്നം എടുത്തിടിപ്പിച്ച് ശാരികയെ കൊണ്ട് അടി ഇടിപ്പിച്ചത്. എന്നിട്ട് ഇവിടെ വന്നിരുന്ന് പറയുകയാണ് ആദിലയുടെ നൂറയുടെ സ്വഭാവം അങ്ങനെയാണ്. ഇതിപ്പോൾ ഇവിടെ നിന്ന് കുറേ കാര്യങ്ങൾ കേട്ടിട്ട് ആദിലയുടെ നൂറയുടെ എടുത്തിട്ട് വേറെ ചെന്ന് വിളിച്ചെന്ന് പറഞ്ഞു കൊടുക്കും. അപ്പം നമ്മുടെ നെവിൻ പറയുന്നുണ്ട് ഇവളുമാരാണ് ഈ ഷാനവാസിക്കയുടെയും എൻ്റെയും കാര്യത്തിൽ ഞാൻ ഷാനവാസിക്കയോട് മോശമായിട്ട് പെരുമാറി എന്നുള്ളൊരു രീതിയിൽ ആദിലാണ് ആദ്യം ആ ഒരു മാറ്റർ എടുത്തിട്ടെന്നുള്ള രീതിയിൽ നെവിൻ പറയാണ്. അപ്പോൾ ശാരിക പറയാണ് നമ്മുടെ ആര്യൻ്റെയും ജിസേലിൻ്റെ കാര്യത്തിലും ഈ ആദില നൂറ തന്നെയായിരുന്നു, ഇവളുമാരാണ് അനുമോളെ പിരികേറ്റി ആ പുതപ്പൊക്കെ ഇടിപ്പിച്ചത്, ഇവളുമാരായിരുന്നു എല്ലാത്തിനും കാരണമെന്ന്. അപ്പം നെവിൻ പറയുന്നുണ്ട് അതെനിക്കറിയത്തില്ല, ഞാനിവിടെ ഇല്ലല്ലോ, മീൻസ് ഇവിടെ അല്ലേ പുറത്തല്ലല്ലോ, അപ്പോൾ എനിക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ ശാരിക പറയുന്നുണ്ട് ആണ് അവളുമാരാണ് ഇതെല്ലാം ചെയ്യിപ്പിച്ചത്. സത്യം പറഞ്ഞാൽ അനുമോളുടെ കൂട്ടത്തിൽ നിന്ന് നമ്മുടെ ആ ഒരു ആര്യൻ്റെയും ജിസേലിൻ്റെയും കാര്യത്തിലൊക്കെ ഇത്രയും ഇത് കാണിച്ചിട്ട് പെട്ടെന്ന് ലാലേട്ടൻ വഴക്ക് പറഞ്ഞപ്പോൾ അവളുമാർ പ്ലേറ്റ് മാറ്റിയതാണ്. അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇവളുമാരുടെ ഭാഗത്തുണ്ട്. പിന്നെ ഉടനെ പ്ലേറ്റ് മാറ്റി അനുമോളുടെ ഭാഗത്തു നിന്ന് മാറി ഫ്രണ്ട്സായിട്ട് കുറച്ച് നാൾ നടന്നിട്ട് മാറുക, പിന്നെയും കൂട്ടാകുക, പിന്നെയും മാറുക, ഇതെല്ലാവർക്കും അറിയാം. പക്ഷെ അനുമോളെ ഇപ്പോൾ ഇവിടെ ആർക്കും ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ആദിലയുടെ നൂറയുടെ ആ ക്യാരക്ടറൊന്നും പുറത്തോട്ട് വരാത്തതും ആരും ചൂണ്ടിക്കാണിക്കാത്തതും. എന്തായാലും ശാരികയ്ക്ക് അവരെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് ശാരിക അത് നല്ല രീതിക്ക് പറയുന്നുണ്ട്.